അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിശുദ്ധമായ മുഹറം തിങ്കൾ സുന്നികളായ ആൾമാർ കൂടുതലായി സ്മരിക്കണായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്മരണയാണ്. ലോകത്തിലെ പല ഭാഗത്തും ഇന്നത്തെ നാളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദും മധുവും ഇങ്ങനെ സ്മരിച്ചുകൊണ്ടുള്ളാറ് സുന്നികളായ ആൾമാർ. ഓരോ തിങ്കൾ വരുമ്പോൾ, ഓരോ നാൾ വരുമ്പോൾ ഓരോ മഹാന്മാരെ, ഔലിയാക്കളെ, മശായിഖന്മാരെ സ്മരിക്കുന്നത് പോലെ പരിശുദ്ധമായ മുഹറം തിങ്കൾ കൂടുതലായി സ്മരിക്കണായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൗത്രനായ കുഞ്ഞനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വ എങ്ങനെ സ്മരിക്കാതിരിക്കും സുന്നികളായ ആൾമാർ? അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വ എന്തിരെ റസൂലുള്ള പല ഹദീസിലും അതിനെ വിശദീകരിച്ചിട്ട് പല രൂപത്തിലും പല അവസ്ഥയിലും അതിനെ ചൊന്നു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാൾ ചൊല്ലു, മൻ അഹബ്ബ ഹുസൈനൻ ഫഖദ് അഹബ്ബല്ലാഹ്. ഹുസൈനാരെ തങ്ങൾ ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫഖദ് അഹബ്ബല്ലാഹ്, അവൻ അള്ളാഹരെ ഇഷ്ടപ്പെട്ടതുപോലെ ഹുസൈനാരെ മഹബത്ത് വെക്കരുത്, അത് അള്ളാഹരെ മഹബത്ത് വെക്കരയ്ക്ക് സമാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലണായെങ്കിൽ ആ ഹുസൈനാരെ തങ്ങളെ മഹത്വ എന്തിരെ? ഒരു നാൾ അള്ളാഹുരൊട്ടിക്കുമേ ഡയറക്റ്റ് ആയിട്ട് റസൂലുള്ള ചൊല്ലു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബഹുമാ. അള്ളാഹുവേ, ഹസൻ ഹുസൈൻ്റെ നാണ് ഇഷ്ടപ്പെട്ടത് അല്ലാ, അതുകൊണ്ട് ഫഅഹിബ്ബഹുമാ, നീനും മകളെ ചണ്ടാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുരൊട്ടിക്ക് ചൊല്ലണായെങ്കിൽ ആ മഹത്വ നോക്കറു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വ നമുക്ക് ചൊന്തു തീർക്കുക സാധ്യമില്ല. നോക്കറു, പിന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. ആ ഹദീസിലെ വളാർത്ത എന്തിരെ, ആ ഹദീസിലെ നേരായ അർത്ഥം എന്തിരെ പോലും ഒരു ആലിമുക്ക്, ഒരു മൊയിലാർക്ക്, ഒരു മുസ്ലിയാർക്ക് ചൊല്ലുക സാധ്യമില്ല. ആ രൂപത്തിലാണ് റസൂലുള്ള ചൊല്ലേ, ഹുസൈനും മിന്നി വ അന മിൻ ഹുസൈൻ. ഇതിൻ്റെ അർത്ഥം ഏത് മൊയിലാർക്ക് വെക്കുക സാധ്യമാവൂ? മശായിഖന്മാർ, ഔലിയാക്കൾക്കല്ലാതെ അർത്ഥം നമുക്ക് വെക്കുക സാധ്യമില്ല. ഹുസൈനും മിന്നി വ അന മിൻ ഹുസൈൻ. ഇത്ര പവിത്രമായ പരിശുദ്ധമായ മഹത്വ ചൊന്ന് ഹുസൈനാരെ മഹത്വ എന്തിരെ എന്നങ്ങ് മനസ്സിലാക്കണു. ഈ മുഹറം തിങ്കളിൽ നല്ലോണം സ്മരിക്കണായത് ഹുസൈനാരെ ഷഹാദത്താണ്. ഇങ്ങനെ പല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിൻ്റെ വിഷയം. അതുപോലെ ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ ബീവിയെ ഔത്തുലിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചൊല്ലു, ഈ കുഞ്ഞൻ്റെ കാട്ടിത്, ഈ കിടാവിനെ കാട്ടിത് ചൊല്ലു, ഈ നിങ്ങളെ മോനുണ്ടല്ലേ ഈ ഹുസൈനാർ കർബലര മണ്ണിൽ ഷഹീദാവുകൊണ്ടു, കർബലര മണ്ണ് കൊണ്ടുവന്ന് കൊടുക്കുറു റസൂലുള്ളാഹിയൊട്ടിಗೆ. ഈ മണ്ണിലാണ് നിങ്ങളെ ഈ മോൻ്റെ ഷഹാദത്ത് നടക്കരേണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്തു കൊടുക്കുറു. എന്നിട്ട് ആ മണ്ണിരെ റസൂലുള്ള ഉമ്മു സലമാരൊട്ടിಗೆ കൊടുത്തു ചൊല്ലു, ഇതൊരു നല്ലൊരു വദിയാത്താണ്, ഇതിന് നല്ലോണം സൂക്ഷിക്കറു. ഈ മണ്ണിരെ കളറ് ചേഞ്ച് ആവിടെ ഒരു നാളുണ്ടു, ഈ മണ്ണിരെ കളറ് ചോരയുടെ കളർ ആവിടെ ഒരു നാളുണ്ടു. അണ്ടാണ് നൻ്റെ ഈ മോൻ്റെ ഈ ഹുസൈനാരെ തങ്ങളെ ഷഹാദത്ത് നടക്കരേണ്ട് റസൂലുള്ള ചൊന്തു കൊടുക്കുറു ഉമ്മു സലമ ബീവിരൊട്ടിಗೆ. ഇങ്ങനെ പല ഹദീസിലും ഷഹാദത്തിൻ്റെ വിഷയ, സയ്യിദു ശുഹദാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിൻ്റെ വിഷയ വിശദീകരിച്ചു കൊടുത്തതാണ്. അതെല്ലാം സ്ഥിരപ്പെട്ടതാണ്. ആ ഷഹീദായ ഷഹാദത്തിനെ കളിയാക്കരെ സുക്കല സുന്നി പണ്ഡിതന്മാരുള്ളാറ്. സുന്നി ലേബലിൽ വണ്ടേ സുന്നികളായ ആൾമാരെ സ്ഥാപന ചൊല്ലെ, സംസ്ഥ ചൊല്ലെ, ആ സംസ്ഥയിൽ മുദരിസായിട്ടുള്ള ആൾമാർ നോക്കറു. നമുക്ക് അത്ഭുതമായി പോണ്ടു, അച്ചരിയായി പോണ്ടു, എന്തിനായ എനിക്കുണ്ട് ഞങ്ങൾ ചിന്തിക്കണു. ആ ഷഹാദത്തിൻ്റെ വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായ നിർദ്ദേശനത്തിൽ മദീനത്തെ കൂഫത്ത് ബണ്ട്, കർബലയിൽ ബണ്ട് വലിയൊരു യുദ്ധം നടക്കൽ കർബലയിൽ, അതിൽ ഷഹീദാവുടു അഹ്ലു ബൈത്തിലെ ആൾമാർ കൊല്ലപ്പെടാറ്, ഷഹീദാവുടാറ്. ഈ സംഭവത്തെ കുറിച്ചിട്ട് ഒരു സുലൈമാൻ ഫൈസി ചൊല്ലെ, സുന്നികളായ ആൾമാർ പഠിക്കുന്ന സംസ്ഥയിൽ മുദരിസായ ആള്, മുഷാവറ ചൊല്ലെ പോലത്തെ ആള്, ഒരു വിഭാഗത്തെ ആൾ, ഒരു നേതാവ് ചൊല്ലെ നോക്കറു. അത് ആത്മഹത്യക്ക് സമ. ആ ഒരു പോക്കുണ്ടല്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പോക്ക്, അതൊരു വലിയൊരു അശ്രദ്ധയാണ്. മാത്രമല്ല അതൊരു ആത്മഹത്യക്ക് സമായിട്ട് ചൊല്ലുമ്പോൾ ഏത് ആളുകൾ സഹിക്കൂ, ഏത് സുന്നിക്ക് സഹിക്കൂ, ഏത് തങ്ങന്മാർക്ക് ഇത് സഹിക്കുക തീരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോൻ്റെ ഈ ഷഹാദത്തിൻ്റെ വിഷയത്തിൽ ആത്മഹത്യക്ക് സമായിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ അതുപോലെ അതേ ആൾ ഒരു ബുക്കിൽ എഴുതര് ആ വിഷയത്തെ അതിനെയും ചമ്മ വിശദീകരിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറവാക്കിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഈ പോക്കുര വിഷയത്തിൽ ആത്മഹത്യക്ക് പിന്നെയും എഴുതി വിട്ടു. അത് മാത്രമല്ല പല രൂപത്തിൽ അതിനെ ചിത്രീകരിച്ചിട്ട് ചൊല്ലത് നമുക്ക് അത്ഭുതപ്പെടുത്തി പോണ്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെയും കുറവാക്കി
ഔലിയാക്കടെ. അതുപോലെ അതേ ബുക്കിൽ നമുക്ക് കാണാൻ സാധ്യമാവുള്ളൂ യസീദിന്റെ മദ്ഹ്, യസീദിന്റെ മഹത്വ. അതേ ആള് ചൊല്ലു നോക്കറു യസീദ് ഫിസ്കാണ് ചൊല്ലിട്ട് ഒരു സംശയവുമില്ല, യസീദ് ഫാസിഖാണ്. ഇതെല്ലാ സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. യസീദും ഇബ്നു സിയാദിന്റെ നിജമായ അവസ്ഥയെ എല്ലാവരും വിശദീകരിച്ചിരാറ്. അങ്ങനെ പേര് കേൾക്കുമ്പോൾ ലാനത്തുല്ലാഹി അലൈഹി ചൊല്ലണുണ്ട് പടിപാട്ടെ സുന്നികളായ പണ്ഡിതന്മാർ. ഇക്കുമ്പോ ഈ ആള് ചൊല്ലത് നോക്കണു, ഈ മൊയിലാറ് ചൊല്ലത് നോക്കണു, സുന്നി സംസ്ഥയിൽ മുദരിസായിട്ടുള്ള ആള് ചൊല്ലത് നോക്കണു. അതൊരു ആത്മഹത്യ രൂപത്തിലാണ് ആ ഒരു പോക്ക് ചൊല്ലതും. അതുപോലെ പല രൂപത്തിൽ ഇതിനെ ചിത്രീകരിക്കുമ്പോൾ ഒരാൾക്കും അതിനെ ഉൾക്കൊള്ളുക സാധ്യമില്ല. അതിന് അശ്രദ്ധ കുറവ്. ആരെക്കുറിച്ചാണ് ഇത് ചൊല്ലുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളുള്ളത്ര ശ്രദ്ധ ആറുകൊണ്ട് ഈ ലോകത്തിൽ? അത്രയും വലിയ ശ്രദ്ധയും ഫതാനത്തും ബുദ്ധി കൂർമ്മതയുള്ള ആൾമാരല്ല അങ്ങനെക്കുറിച്ച് ഇത്രയും നിസാരമായിട്ട് ചൊല്ലുമ്പോൾ ഓരോ ആൾമാരും ഓരോ സുന്നികളായ ആൾമാരും ചിന്തിക്കണായത് ഇങ്ങളൊരു പോക്കു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പുള്ളിയുടെ ഈ ഹുസൈനാറെ ഷഹാദത്തിനെ കളിയാക്കിയാറ്, ആത്മഹത്യ ആണ്ട് ചൊല്ലാറ്. ഞങ്ങളെ ബായിൽ ചൊല്ലുക പോലും ഞങ്ങൾക്ക് പേടിയാവൂ. അതുപോലെ ആരെ സഹായവും എനിക്ക് കിട്ടല. ഹുസൈനാറെ മഹത്വ ചൊല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കറുന്നോ ചൊല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയത്തിലും വേറൊരു മൈലാറ്, അതേ വിഭാഗത്തിൽപ്പെട്ട വേറൊരു മൈലാറ് ചൊല്ലു റസൂലുള്ളാഹി സഹായിച്ചുകൊണ്ട് ഞങ്ങൾ ചൊല്ലുക തീരാ. അതൊരു അദബ് കേടാണ്. റസൂലുള്ളാഹി മുഖേന അള്ളാഹ് സഹായിച്ചു ചൊല്ലണു, റസൂലുള്ളാഹി സഹായിച്ചു ചൊല്ലു തീരാ. മുഹിദ്ദീൻ ഷെയ്ഖ് തന്നെ രക്ഷിച്ചു ചൊല്ലുക തീരാ. ഇങ്ങനെയുള്ള പല വഹാബിവാദ പല സലഫി ആശയ കലർത്തിത്ത് ബന്ധ സുന്നി പണ്ഡിത സുന്നി ലേബലിൽ ബണ്ട് ഈ പണ്ഡിതന്മാരെ ഞങ്ങൾ ജാഗ്രതയിൽ കാണണു. പോയോണ്ടുള്ള പോക്കു സലഫിസമുകാണ്, അതിനെ കാണ്ടി കടയാണ്. ഞങ്ങൾ ഒരു മനസ്സിലാക്കണായത് സലഫീറങ്ങ പോലും ഈ രൂപത്തിൽ അഹ്ലു ബൈത്തിരമ മശായിഖരമ ഔലിയാക്കളമ നിസാരമാക്കിയിട്ടില്ല. ഈ വിഭാഗം മാത്രമാണ് ഇത്രയും തരം താന്ന രൂപത്തിൽ ഔലിയാക്കളെയും മശായിഖമാരെയും അഹ്ലു ബൈത്തിനെയും കുറവാക്കിയോണ്ടും നിസാരമാക്കിയോണ്ടുള്ളത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതത്തിൽ അച്ചരിൽ ഞങ്ങൾ കണ്ടോണ്ടുള്ള എന്തായിപ്പോയി തീങ്ങ. കാരണം എല്ലാ കാലത്തിൽ വന്ന് ഔലിയാക്കന്മാരെ നിഷേധിക്കുന്ന ഒരു വിഭാഗ ആലിമീങ്ങളെ കൂട്ടത്തിലുണ്ടാവും. ഈ കാലഘട്ടത്തിൽ പണ്ട് ഉന്നതരായ മശായിഖന്മാരെ ഇങ്ങനെ കളിയാക്കിയാറ്, അങ്ങനെ സഹായം ഞങ്ങൾക്ക് വേണ്ടാണ്ട് ചെന്നാറ്. അങ്ങ് ഔലിയാക്കളല്ലാണ്ട് പല രൂപത്തിൽ അപഹാസ്യമാക്കി ചിത്രീകരിച്ചാറ്. അതിരെ ശാപമാണ് എനിക്ക് കിട്ടിയത്, ഈ വർഗത്തിന് കിട്ടിയത്, ഈ ഒരു ടീമുക്ക് കിട്ടിയത് ഉണ്ട്. ഞങ്ങൾ മനസ്സിലാക്കണു ഈ മഹാന്മാരെ, ഈ മഹത്തുക്കളായ അഹ്ലു ബൈത്തിനെയും മശായിഖരെയും ഔലിയാക്കളെ മഹത്വ ചൊല്ലകൂ. ആ മശായിഖന്മാരെ മദദിൽ സഹായത്തിൽ അല്ലാഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. മശായിഖന്മാരെ ആ തൃപ്തിയിലും മദദിലും ഹിഫ്ളിലും ഹിമായത്തിലും അല്ലാഹു തആല ഞങ്ങളെ ജീവിതവും മരണവും ആക്കി തരട്ടെ. ചെന്തു നാളെ നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.